തീച്ചൂളയിൽ നിന്ന് എണീറ്റ് വരുന്ന പിള്ളേരെ പോലെ ആയിരിക്കും വരുന്നത്. ഭയങ്കര പവർഫുൾ ആയിരിക്കും. പക്ഷെ പാവം അവരൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഈ ഒരു ലോകത്ത് അവർക്കും ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ അത്രമാത്രം സ്ട്രഗിൾ. എത്രയോ പിള്ളേരുണ്ടെന്ന് പറയുന്നത് അതിലെ 100 മാത്രമല്ല, ശരിക്കും ലെസ്ബിയൻസ് ആയിട്ടും ഗേ ആയിട്ടും ട്രാൻസ് ആയിട്ടും ഒക്കെ ജീവിതത്തിൽ ഭയങ്കര ബൈനറികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഈ ഇതിലൊക്കെ ജീവിക്കുന്ന ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള മനുഷ്യരൊക്കെ കുറേ സ്ട്രഗിൾഡാണ്. അതായത് ഇതിൻ്റെ ഐഡന്റിറ്റി ഇതാണെന്ന് പറയാനും എന്നെ നിങ്ങൾ ഇങ്ങനെ കാണരുത് എന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമുക്കൊക്കെ പറയാൻ പറ്റും, ഞാൻ സ്ത്രീ എന്നുള്ളൊരു ലേബലിൽ നിന്നിട്ടിരുന്നോണ്ട് എന്നെ നീ ഇങ്ങനെ നോക്കരുത് എന്ന് പറയും. അതേസമയം ഒരു ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് നീ എന്നെ നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാനിട്ട് ഇങ്ങനെ പറയും. അവർ വാല്യൂ കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല, സംസാരിക്കും. അവിടെ ഞാൻ സത്യം ഈ സീസണിൽ ആദിലയും നൂറയും ഒരുപാട് മെസ്സേജാണ് സമൂഹത്തിന്റെ മുമ്പിൽ കൊടുത്തത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നെവിൻ്റെതും എനിക്ക് തോന്നുന്നുണ്ട്. പാവം നെവിനും അതേത്തോളം നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ നെവിൻ ഇങ്ങനെ അഗ്രസീവായിട്ട് ഈ ഒരു ഫേസ് ഒക്കെ, അതിനു മുമ്പേ നെവിനാണേലും അവിടെ സഫർ ചെയ്യണതും എല്ലാവരുടെയും കുത്തിയുള്ള വാക്കുകളും ശരിക്കും നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ്. എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ഹേർട്ട് ചെയ്യിപ്പിക്കണത് എന്ന് ഇങ്ങനെ തോന്നും. അവരും ജീവിച്ചോട്ടെ നമ്മുടെ കൂടെ, നമ്മളെ അവർ ഒരു രീതിയിൽ. ഇപ്പം നെവിന്റെ രീതികളും ചേഷ്ടകളും ഒക്കെ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എനിക്ക് നെവിൻ എന്താണെന്ന് അറിയാം.